ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫാണ്. ഒരു രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ മൈ ലൈഫ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയുഷിനൊക്കെ പറഞ്ഞയപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നു ഒരു പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് വേഗം തന്നെ പോയി ഫുഡ് കഴിക്കാൻ നീക്കാൻ വേണ്ടി കുറച്ചധികം നേരം വൈകിട്ടുണ്ടായിരുന്നു. തീരെ വയ്യായിരുന്നു. പൊന്നിന് തീരെ വയ്യാത്തതുകൊണ്ട് അവൾ കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ കിടന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ബാക്കി അടുക്കളപ്പണികളിലേക്ക് കടന്നു. വേഗം തന്നെ അരി കഴുകി അടുപ്പത്തിട്ട് ഞാൻ അരിയും വെള്ളം കൂടി ഒപ്പരാണ് വെക്കാറ്. പെട്ടെന്ന് തന്നെ ഞാൻ പൊന്നൂന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവൾ ഫുഡൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ 2-3 പിടിയേറ്റോ പഴം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ മക്കൾക്ക് വയ്യാഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യൽ അമ്മമാർക്കാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ അവളെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവളെ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കറിക്ക് നമ്മൾ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസം മീൻ തന്നെയാണ്. എനിക്ക് 2 ദിവസം അധികം മീൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ അതിനോട് താല്പര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാമെന്നുള്ളൊരു മൈൻഡിലേക്ക് വന്ന് അങ്ങനെ വേഗം തന്നെ വെള്ളയും പരിപ്പും ഒക്കെ സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് പൊന്നു എണീച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര നേരം അവൾ ഉറങ്ങുള്ളൂ. ഒന്നാമത് അവൾക്ക് ജലദോഷമായിട്ട് ശ്വാസം എടുക്കാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അവളെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അവിടെ അടുത്ത് കിടത്തി ഞാൻ വേഗം കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട്. ആ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അവളെ എടുത്ത് ഇരുന്നാലും വലിയ പ്രശ്നമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ തിളച്ച് ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഇങ്ങനെ കഴിയുന്നതിൻ്റെ ഇടയിൽ ഇവളെ കൂടെ നിൽക്കാമെന്നാണ് അവൾക്ക് മെയിൻ വേണ്ടി. നമ്മൾ അവളുടെ അടുത്ത് ഉണ്ടാവണം. അത് നമുക്ക് നടക്കില്ലല്ലോ. കാരണം ആയുഷ് സ്കൂൾ വിട്ട് വരാണ്ട് അവൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് നമുക്ക് അവളെ കൂടെ നിൽക്കാനും പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ 2 വിസിലിൽ അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് വേറെ വരട്ടാന്ന് വിചാരിച്ചിട്ട് ബീഫിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് കറിക്കുള്ള ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ആദ്യം അടിച്ച് വെക്കും. എനിക്ക് ഉപയോഗിക്കേണ്ടത് കുറച്ച് അധികം ഞാൻ എടുക്കും. ബാക്കിയുള്ള ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ഫ്രീസറിൽ വെക്കും. നമുക്ക് സമയം ലാഭമാണ്, നമ്മളെ പണിക്ക് കുറച്ചധികം എളുപ്പമാണ്. അങ്ങനെ ഞാൻ കറിക്ക് പെട്ടെന്ന് തന്നെ വറവിട്ടിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഉമ്മനെ ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വൈകിയെങ്കിൽ പോലും നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്കൊരു എക്സ്ക്യൂസ് പോലും പറയാൻ പറ്റത്തില്ല. നമ്മൾ വിശന്ന് വരും എന്നുള്ളൊരു മൈൻഡിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഞാനിപ്പോഴും എൻ്റെ അമ്മനെ അങ്ങനെ ആലോചിക്കും. ചില സമയത്ത് നമുക്ക് വയ്യാതായി നമുക്കൊന്ന് കുറച്ച് കിടക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് നമ്മളെ മക്കളുടെ മുഖം വരും. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളെ വയ്യായൊക്കെ നമ്മൾ മറന്ന് നമ്മൾ പണിയിലേക്ക് കിടക്കും. ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് തിരിഞ്ഞ് മാറുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരട്ടാൻ ആവശ്യമായിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് ഞാനൊരു പാത്രത്തിലാക്കി വെച്ച് അതെല്ലാം കൂടി ഒപ്പരിട്ടുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കലാണ്. അതിലേക്ക് ആവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കുറച്ച് മുളക് പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ. അത് ഞാൻ ഒരു 5-6 വിസിലിന് ഞാനത് അടുപ്പത്തേക്ക് വെക്കും. അതിൻ്റെ ഇടയിൽ പൊന്നു നല്ല കരിച്ചിലായപ്പോൾ ഞാൻ അവിടെ പോയി കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ബാക്കിയുള്ള പണികളിലേക്ക് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ല കഴുകി വെക്കാൻ. കാരണം ഞാൻ അപ്പപ്പുള്ള പാത്രങ്ങൾ അപ്പപ്പം കഴുകുന്നതുകൊണ്ട് എനിക്ക് ഓവർ പാത്രം ഇങ്ങനെ സിങ്കിലിട്ട് വെക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കള സെറ്റാക്കി ഞാൻ പോയി ഡൈനിങ് ഹാളിലേക്ക് പോയി. ഡൈനിങ് ഹാളിലും പണികൾ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയണമെന്നില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് നല്ല വെയിലുണ്ടായപ്പോൾ 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല വെയിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പച്ചരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ പച്ചരി കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ അടിച്ച് വാരി ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. കാരണം മടി തന്നെ, അതന്നെ മെയിൻ പ്രശ്നം. നമുക്ക് മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1:30 ആയപ്പോൾ തന്നെ ഞാൻ ആയുഷിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൾക്ക് 1:30 വരെ ക്ലാസ് ഉള്ളൂ. പിന്നെ അവളോട് വിളിച്ച് തന്നതിന് ശേഷം അവളോട് സ്കൂളിൽ നടന്ന ഓരോ വിശേഷങ്ങളും അവൾക്കിങ്ങനെ പറഞ്ഞ് നമ്മൾ നടന്നു വരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി പിന്നെ